സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 7 വർഷം മുമ്പുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ചെറുക്കനാണെങ്കിൽ ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് ഡ്രീമുമായിട്ട്. അപ്പം ആ ചെറുക്കനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജയയുടെ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ യാതൊരു ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കാണിക്കുന്നത് ആ ഒരു ചെറുക്കന് സണ്ണിയുടെ ആ ഒരു ബാക്കറായിട്ടുള്ള ആ ഒരു ബോസ് അവനെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന പ്രസൻറ്റ് സീനാണ്. അവിടെ ആണെങ്കിൽ പെന്നിങ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറാണെങ്കിൽ ഒരാളെ കാർ കൊണ്ട് വെച്ച് ഇടിച്ച് അപകടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുട്ടേജസും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത്, നീ ഈ ഒരു ഫുട്ടേജസ് ഇപ്പോൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയാണ്, ഈ ഒരു പെന്നിങ് എന്ന് പറയുന്നത് ഡ്രീം എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലെ ടോപ്പായിട്ടുള്ള ഒരു ആക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഇൻ്റർവ്യൂവർ പറയുവാണ്, ഇത് കണക്ക് ഡ്രീമിൽ ആ ഒരു സിഇഒയുടെ ഇൻ്റർവ്യൂവും കൂടെ അതിൻ്റെ വീഡിയോയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ആ ഒരു കൊങ്ങിയാത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം അയാളുടെ അടുത്താണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ന്യൂസ് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, ഞാനും ഇതിപ്പോഴാണ് അറിഞ്ഞത്, അതേപോലെ തന്നെ ഈ ഒരു ന്യൂസ് നെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കും, അതേപോലെ തന്നെ പെന്നിങ്ങിനെ സഹായിച്ച ഈ ഒരു ന്യൂസ് കവർ ചെയ്യാൻ സഹായിച്ചത് ആരാണെങ്കിലും അവരെയും കണ്ടുപിടിക്കും, എന്നിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും എന്നൊക്കെ അയാളും പറയുന്നുണ്ട്. അടുത്ത സീനിലെ മാനേജറാണെങ്കിൽ പറയാണ്, പെന്നിങ്ങിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം അവൻ്റെ എല്ലാ കോൺട്രാക്റ്റും ഇപ്പോൾ ക്യാൻസലായിരിക്കുക, അതൊരിക്കലും നല്ലതല്ല അവനെന്നിങ്ങനെ പറയുകയാണ്. അപ്പം സണ്ണ് ചോദിക്കുകയാണ്, കൊങ്ങിയാത്ത് പറഞ്ഞിരുന്നല്ലോ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പെന്നിങ്ങിൻ്റെ ഈ ഒരു കേസ് കവർ ചെയ്യാൻ സഹായിച്ച ആരാണെങ്കിലും അയാൾ കണ്ടുപിടിക്കുമെന്ന്. അയാൾ ഉദ്ദേശിച്ചത് അപ്പം ഡയറക്ടർ ആർത്തറിനെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മാനേജറാണെങ്കിൽ പറയുന്നുണ്ട്, ഡയറക്ടർ ആർത്തറും പെന്നിങ്ങും അവർ അമേരിക്കയിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചത്, അതുമാത്രമല്ല അവർ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും കൂടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ ഡയറക്ടർ ആർത്തർ പെന്നിങ്ങിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലയെന്ന് ഇങ്ങനെ മാനേജർ പറയുന്നുണ്ട്. അപ്പം സ്കൈ ആണെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഡയറക്ടർ ആർത്തർ ശരിക്കും പെന്നിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുകയാണ്, അല്ലേ പിന്നെ ഈ ഒരു 3 വർഷം പെന്നിങ് എങ്ങനെ സർവൈവ് ചെയ്യാൻ, അതുമാത്രമല്ല ഈ ഒരു വീഡിയോ അത്രയും ക്ലിയർ അല്ലേ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ്, എന്നാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ആരായിരിക്കും പുറത്ത് വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം സ്കൈ ആണെങ്കിൽ പറയുന്നുണ്ട്, അതെന്തായാലും പെന്നിങ്ങുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാവാനായിരിക്കും സാധ്യതയെന്ന് പറയുന്നുണ്ട്. അപ്പം മാനേജർ പറയുകയാണേ, ക്ലോസ് ആയിട്ടെന്ന് പറയുമ്പം എൻ്റെ മൈൻഡിലിപ്പം ഡയറക്ടർ ആർത്തർ അല്ലാതെ വേറെ ആരും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് സണ്ണ് ചോദിക്കുകയാണ്, അപ്പം ഡയറക്ടർ ആർത്തർ ശരിക്കും പെന്നിങ്ങിനെ ഈ ഒരു കേസ് കവർ ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ ആർത്തറിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ളൊരു സെൻസേഷനായിട്ടുള്ള കേസൊക്കെ വരുവാണെങ്കിൽ ബോർഡിന് ഡയറക്റ്റായിട്ട് അവരെ ഫയർ ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഉണ്ടെന്നൊക്കെ അവനാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്നത് നമ്മുടെ സണ്ണാണെങ്കിൽ ജയനെ പറ്റി ഓർത്ത് കുറച്ചൊന്ന് വറീഡ് ആവുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നേരെ ജയനെ കാണാനായിട്ട് അവൻ്റെ ആ ഒരു വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ കോളൊക്കെ ചെയ്ത് ബെല്ലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്ന് അവനാണെങ്കിൽ അങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ടേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സൗണ്ട് കേട്ട് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ജയയുടെ ആ ഒരു ബെഡിൽ കിടക്കുവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അവൻ ശരിക്കും ഷോക്കാവുന്നുണ്ടേ. എന്നിട്ട് ജയ ആണെങ്കിൽ ചോദിക്കുകയാണ്, നീ എന്നെ മിസ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കെന്താ വെട്ടാണോ നിങ്ങളെ മിസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എണീക്കാൻ നോക്കുമ്പോഴത്തേക്കും ജയ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. അവനാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ചോദിക്കുകയാണ്, നീ അപ്പം എന്നെ മിസ് ചെയ്തില്ലേ, പിന്നെ നീ എന്തിനാണ് എൻ്റെ ഡോറിൽ ഇങ്ങനെ എന്നെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നേന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കറിയേണ്ടത് നീ എന്നെ മിസ് ചെയ്തു എന്ന് മാത്രമാണെന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിൻ്റെ നെക്കിലാണെങ്കിൽ ഇങ്ങനെ ബൈറ്റ് ചെയ്യുകയാണ് ജയ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ആരുടെയും ഡോറിൻ്റെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ജയ ആണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ ഇത് നിൻ്റെ ഫസ്റ്റ് ടൈം ആണല്ലേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പിന്നെയും അങ്ങ് ബൈറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ജയ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സണ്ണാണെങ്കിൽ പറയാണ്, നിങ്ങൾ ശരിക്കും പെന്നിങ്ങിനെ ആ ഒരു കേസ് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പം ജയ ചോദിക്കുവാണ്, നിനക്കെന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയാണ്, ഞാൻ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്നത് നമ്മുടെ ജയ്ക്ക് ചെറുതായിട്ടൊന്ന് സന്തോഷമാവുന്നുണ്ടേ. എന്നിട്ട് ജയ് പറയാണ്, നമ്മുടെ ഈ ഒരു കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ലീക്കാക്കിയിരിക്കുന്നത്, അതുമാത്രമല്ല നിനക്കത് അറിയണോ ആരാന്ന്, അത് നിൻ്റെ മാനേജറിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത് ലീക്കായെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ സണ്ണാണെങ്കിൽ അങ്ങ് ശരിക്കും ഷോക്കാവുകയാണേ.
അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല പീക്ക ജോൺ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതേപോലെ ഈ ഒരു ഇൻഫർമേഷനൊക്കെ മാനേജറിന് എവിടെ നിന്ന് കിട്ടാനാ? അതുമാത്രമല്ല ഇത് ലീക്കാവുന്ന ആ ഒരു ദിവസം മാനേജറാണെങ്കിൽ എൻ്റെയും സ്കൈയുടെയും കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുകയാണ്. അപ്പം ജെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, മാനേജർ നിൻ്റെ കൂടെ എല്ലാ സമയവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ ഓർക്കുന്നുണ്ട് മാനേജർ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് പോയ കാര്യം. അപ്പം ജെ ആണെങ്കിൽ പറയുന്നുണ്ട്, ചിലപ്പം നിൻ്റെ മാനേജർ തന്നെ ആയിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ സണ്ണ് പറയുന്നുണ്ട്, ഇല്ല പീക്ക ജോൺ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, എനിക്ക് പീക്ക ജോണിനെ വിശ്വാസമാണെന്ന് പറയുകയാണ്. അപ്പം ജെ പറയുന്നുണ്ട്, ഇത് നീ വിശ്വസിക്കുന്നു എന്നതല്ല കാര്യം, നമുക്ക് വേണ്ടത് പ്രൂഫാണ്. കറക്റ്റായിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നിൻ്റെ മാനേജർ ഇന്നസെൻ്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവൻ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സണ്ണിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ജെയും അവൻ്റെ പുറകിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ വെറുപ്പിക്കുകയാണ് അവനെ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ പീക്ക ജോണിൻ്റെ ഇന്നസെൻസ് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം, അതിനെനിക്ക് അധികം സമയമില്ല, അതുകൊണ്ട് വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാതെ ഇവിടുന്ന് പോകാനൊക്കെ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. അപ്പം ജെ ആണെങ്കിൽ പറയുകയാണ്, എനിക്ക് നിന്നെ ഡ്രോപ്പ് ചെയ്യണം, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ നീ ഇന്ന് എവിടെയും പോകത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടതും സണ്ണാണെങ്കിൽ പറയുന്നുണ്ട്, ശരി നിനക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഫോളോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചെന്ന് കയറുന്നത് ഒരു ബസ്സിലാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ജെ. എന്നിട്ട് അവനും ചെന്ന് കയറുന്നുണ്ട് ബസ്സിൽ. ഈ ബസ്സിൽ നല്ല ക്യൂട്ടാണ് കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്രേക്കിട്ട് കളിയാണേ. എന്നിട്ട് സണ്ണ ചോദിക്കുവാണ്, നീ ബസ്സിൽ ഫസ്റ്റ് ടൈം ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജയ ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, അല്ല നിന്നെപ്പോലുള്ള ആളുകൾക്ക് ഒന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജയ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വന്നിട്ട് പറയാണ്, അതെ നീ പറഞ്ഞ ശരിയാ, എനിക്ക് ഷെയറിങ് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പം ജയ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇത് ഫസ്റ്റ് ടൈമൊന്നും അല്ല ബസ്സിൽ, ഞാൻ അമേരിക്കയിൽ വെച്ചിട്ടും ഇതേപോലെ ബസ്സിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴാണ് ബസ് ഫീ ചോദിച്ചിട്ട് ആൾ വരുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ അവൻ്റെ കാർഡ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കാർഡാണെങ്കിൽ ജെയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ബ്രേക്കിട്ട് കളികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റോപ്പ് എത്തിയിട്ട് സണ്ണാണെങ്കിൽ ഇറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും ജെ ആണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ എക്സ്ട്രാ കീ എടുത്ത് നമ്മുടെ സണ്ണിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ നീ എൻ്റെ റൂമിൻ്റെ വെളിയിലിരുന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സണ്ണാണെങ്കിൽ വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെയുള്ള റൂമേഴ്സിൽ എല്ലാവരും പറയുന്നത് നിങ്ങളാണ് ആ ഒരു പെൻഡിങ്ങിൻ്റെ ഇൻഫർമേഷൻ ലീക്കാക്കിയെന്നാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർ പറയാണ്, ഞാനല്ല അത് ചെയ്തത്, എനിക്കാണെങ്കിൽ പെൻഡിങ്ങിനെ നേരത്തെ പേഴ്സണലി അറിയത്ത പോലും ഇല്ല, അതുമാത്രമല്ല എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടാനാന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല അന്ന് ഞാൻ നേരത്തെ വന്നത് എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് നേരത്തെ വന്നതെന്നൊക്കെ അയാൾ പറയുകയാണ്. അപ്പം സണ്ണൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം, പക്ഷേ അതുപോരാ, നമുക്കിത് തെളിയിക്കണം, നമുക്കിത് പ്രൂവ് ചെയ്യണം, നിങ്ങളല്ല ഇത് ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, നമ്മൾ ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഇത് തെളിയിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സണ്ണ് പറയുകയാണ്, നിങ്ങൾ പെൻഡിങ്ങിൻ്റെ പുതിയ മാനേജർ ആകണമെന്ന് പറയുകയാണ്. അപ്പം പറയുകയാണ്, അങ്ങനെ നിങ്ങൾ പെൻഡിങ്ങിൻ്റെ മാനേജറായ നിങ്ങളുടെ പേരിലുള്ള ആ ഒരു അലിഗേഷനൊക്കെ മാറും, അതേപോലെ തന്നെ പെൻഡിങ്ങും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആകും, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, നമ്മളിതെങ്ങനെ ചെയ്യും, നമുക്കിത് വർക്കാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ മാനേജറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ഇവരാണെങ്കിൽ പെൻഡിങ്ങിൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. മാനേജർ പറയുന്നുണ്ട്, നമുക്കിവിടെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണാണെങ്കിൽ അവിടെ ഒരാളെ കാണുന്നത് കേട്ടോ. അപ്പം സണ്ണാണെങ്കിൽ അയാളുടെ പുറകിന് അങ്ങ് പോവുകയാണേ. അങ്ങനെ അയാളുടെ പുറകിന് പോയിട്ട് അയാളുടെ ആ ഒരു ID കാർഡ് അങ്ങ് നൈസിനങ്ങ് അടിച്ചു മാറ്റുവാണ് കേട്ടോ. അങ്ങനെ അയാളുടെ ആ ഒരു ID വെച്ചിട്ട് അവരാണെങ്കിൽ അതിനകത്തോട്ടങ്ങ് കയറുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മാനേജറാണെങ്കിൽ കിളി പോയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് മാനേജർ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അയാളുടെ ID ഒക്കെ അടിച്ച് മാറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സണ്ണാണെങ്കിൽ കൂളായിട്ട് മാനേജറിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ ആ ഒരു ID വെച്ചിട്ട് അവരതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ പെൻഡിങ്ങിൻ്റെ ആ ഒരു റൂമിൽ ചെന്നിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം മാനേജറാണെങ്കിൽ പറയുന്നുണ്ട്, നമുക്ക് പോയിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങ് നടന്നു പോവുകയാണ്. എന്നാൽ നമ്മുടെ സണ്ണാണെങ്കിൽ അവൻ ആ ഒരു ഡോറ് കുത്തി തുറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടതും നമ്മുടെ മാനേജർ ഓടി വന്നിട്ട് പറയുകയാണ്, നീ എന്ത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിനെ പിടിച്ച് മാറ്റുന്നുണ്ടേ. എന്നാൽ അപ്പോഴാണ് പെൻഡിങ് ഡോറ് തുറക്കുന്നത്. അപ്പം മാനേജറാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാനിത് കണക്ക് ഡ്രീമിൽ നിന്ന് വന്നതാണ്, ആർട്ടിസ്റ്റിൻ്റെ മാനേജറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പെൻഡിങ് ആണെങ്കിൽ അവരുടെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് കഥയൊക്കെ അടയ്ക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മാനേജറാണെങ്കിൽ അത് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫാൻസ് നിങ്ങളുടെ വായിൽ നിന്ന് സത്യം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പം അവരാണെങ്കിൽ പറയുകയാണ്, നിങ്ങൾക്ക് സത്യം അറിയണമല്ലേ, ഞാനാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും പേയ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണെന്നും അവർക്ക് പിന്നെ എൻ്റെ നിന്ന് എന്തുവാ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദേഷിച്ച് പിന്നെയും കഥ അടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം മാനേജറാണെങ്കിൽ പിന്നെയും തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങളുടെ ലൈഫ് സ്പോയിലാകും എന്നൊക്കെ പറയണം. എന്നാൽ അവനാണെങ്കിൽ ദേഷ്യം നമ്മുടെ മാനേജറിനെ പിടിച്ചങ്ങ് തള്ളിയിടുവാണ്. എന്നിട്ട് വലിച്ചങ്ങ് കതവും അടയ്ക്കുന്നുണ്ട്.
അങ്ങനെ പാവം നമ്മുടെ മാനേജറിന് ഇപ്പം നടക്കാൻ ശിവനെ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സണ്ണാണ് നമ്മുടെ മാനേജറിനെ ഇങ്ങനെ എടുത്തുകൊണ്ടങ്ങ് പോകുന്നത്. എന്നിട്ട് സണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ വല്ലതും പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാനേജർ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ വെളിയിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. എന്നാൽ അപ്പോഴാണ് പെൻഡിങ് ആണെങ്കിൽ അവൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് എല്ലാവരുടെ അടുത്തും സോറി ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മാനേജറൊക്കെ ശരിക്കും സർപ്രൈസ് ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇത്ര പെട്ടെന്ന് എല്ലാവരും സോറി ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സണ്ണ് ഐ ഡി എടുത്ത ഒരാൾ നടന്നു വരുവാണ്. അപ്പം അയാളെ കണ്ടത് രണ്ടുപേരും ശ്വാസം വിടാതെ ഇങ്ങനെ ഒരു സ്റ്റാച്യുവിനെ കിടക്കുക അനങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളാണെങ്കിൽ അയാളുടെ ഐ ഡി താഴെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അത് എടുത്തിട്ടങ്ങ് പോകുന്നുണ്ട്. അപ്പം മാനേജറാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെയാണോ അയാളുടെ ഐ ഡി തിരിച്ചു കൊടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ സണ്ണിനെ ഒരു ഇരുത്തിയൊരു നോട്ടമാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന സ്കൈനെയാണ്. സ്കൈയും ആ ഒരു പെണ്ണിങ് എല്ലായിടത്തും സോറി ചോദിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കമൻസൊക്കെ പിന്നെയും പഴയ പോലെ തന്നെയാണ്. പെണ്ണിങ് ഇപ്പോഴും സിൻസിയറായിട്ടൊന്നും അല്ല മാപ്പ് ചോദിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെയും അവനെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല അവൻ്റെ ആ ഒരു സ്പോൺസർഷിപ്പും ഇപ്പോൾ കട്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ സ്കൈക്ക് ഒരു കോള് വരുന്നത്. അപ്പം വിളിച്ചത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഫക്കിനാണ്. അപ്പം അവൻ പറയുന്നുണ്ട് ഇതണക്ക് ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറയുവാണ് കേട്ടോ. അപ്പം അവൻ പറയുന്നുണ്ട് ഞാൻ സ്കൈ ആണ് സണ്ണല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട് അന്നേ സണ്ണുമായിട്ട് എൻ്റെ സ്റ്റുഡിയോയിലോട്ട് വരാൻ പറയുന്നുണ്ട് നാളെ. അങ്ങനെ അവരാണെങ്കിൽ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട്. എന്നിട്ട് ഫക്കിനാണെങ്കിൽ പറയുന്നുണ്ട് നീ പ്രോമിസ് ചെയ്ത പോലെ ഫോട്ടോഷൂട്ടിന് റെഡി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ ഞാൻ റെഡിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു ക്ലോത്ത്സൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവൻ്റെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്കൈ ആണെങ്കിൽ പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഫക്കിനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനിതെല്ലാം കാണുന്നത് ഒരു ആർട്ടായിട്ടാണ് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അവരാണെങ്കിൽ ഫക്കിൻ്റെ അവിടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. എന്നിട്ട് സ്കൈ ആണെങ്കിൽ ചോദിക്കുകയാണ് ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഫക്കിൻ പറയാണ് അത് എൻ്റെ ഒരു ടീച്ചറാണെന്ന് പറയാം, പക്ഷേ അയാളാണ് എപ്പോഴും എന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫി ഉപേക്ഷിക്കാനായിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ആവത്തില്ല എന്ന് അയാൾ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പം സ്കൈ ആണെങ്കിൽ ചോദിക്കുകയാണ് അയാൾ എന്തും അതിനകത്ത് നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഫക്കിനാണെങ്കിൽ പറയുകയാണ് അയാൾ കാണുന്നത് എൻ്റെ ആ ഒരു നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരു ഫോട്ടോഗ്രാഫാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് സണ്ണും സ്കൈയും ഒരുപോലെ തന്നെ ഷോക്കാവുകയാണേ. ഒന്ന് ആലോചിച്ച് നോക്കി ഫക്കിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ. ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഏത് ലെവലിൽ വരെ എത്തിയല്ലേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാമറാസ് പേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്നെ വേദനിപ്പിച്ച ആളുകൾ തിരിച്ച് നിന്നെ ഒരു വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നിലയിൽ കാണുമ്പോൾ അവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അവൻ പറയുകയാണ്. അങ്ങനെ ഫക്കിൻ്റെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പം അവർ രണ്ടുപേരും ശരിക്കും അങ്ങ് ഇൻസ്പയർ ആവുകയാണ്. ശരിക്കും അവർ മാത്രമല്ല കേട്ടോ, അവൻ്റെ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അങ്ങ് ഇമ്പ്രസ് ആയിപ്പോവും. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന ജെയിനെയാണ്. അപ്പം ജെയിനെ കാണാനായിട്ട് സണ്ണ് വന്നിരിക്കുകയാണ്. എന്നിട്ട് സണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അവൻ്റെ അടുത്ത് നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുവാണോ കൊങ്ങിയാത്തെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്നതും ജെയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ നീ എന്നെപ്പറ്റി വറീഡാണോ എന്ന് ചോദിച്ചിട്ട് അവനെ ആണെങ്കിൽ അങ്ങ് കിസ് ചെയ്യുവാണ്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ജെയിനെ അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ നമ്മുടെ സണ്ണ്. അപ്പം ജെയ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്നാൽ നീ പിന്നെയും നീ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയാണോ നിൻ്റെ ഫാമിലിക്ക് സംഭവിച്ചതിനെ ഓർത്ത്, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ മടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ് എനിക്കറിയാം നീ എന്നെപ്പറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ അങ്ങനെ അല്ലാന്ന് മാത്രം നീ പറയാൻ നോക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് നമ്മുടെ ജെയുടെ ആ ഒരു നെഞ്ചിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അവൻ പറയാണ് എൻ്റെ മനസ്സിൽ ഫുള്ള് നീയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പം തൊട്ട് നീ എന്നെപ്പറ്റി മാത്രമേ തിങ്ക് ചെയ്യാവുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അതവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്നത് മാനേജറിനെയും സ്കൈനെയാണ്. അപ്പോൾ അവരാണെങ്കിൽ അവിടെ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് മാനേജർ പറയുന്നുണ്ട് സ്കൈയുടെ അടുത്ത് നീ നന്നായിട്ട് ചെയ്യണം, അതേപോലെ തന്നെ ആക്ടിങ്ങിൽ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. അവിടെ ഡെനെ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു റോൾ ചെയ്യാനായിട്ടിരുന്ന ഒരു ആക്ടർ വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഇനി പുതിയൊരു ആക്ടറിനെ എങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ആ ഒരു ഡയറക്ടർ നമ്മുടെ സണ്ണിനെ കാണുന്നത് കേട്ടോ. ആ പെണ്ണാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സൺ നിനക്ക് ആ ഡെനെ എന്ന് പറഞ്ഞ ആ ഒരു റോൾ നിനക്ക് ചെയ്യാൻ പറ്റുമോ, നീ ഓഡീഷൻ ചെയ്തതല്ലേ അത്, നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സണ്ണാണെങ്കിൽ ശരിക്കും അങ്ങ് ഷോക്കാവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മാനേജറും ഇത് കേട്ടിട്ട് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ആണെങ്കിൽ ആ അതേന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് സണ്ണിനെ ആണെങ്കിൽ അങ്ങ് ഊന്തിത്തള്ളി അങ്ങനെ മേക്കപ്പ് റൂമിലോട്ടൊക്കെ കൊണ്ടുപോവുകയാണ്. മാനേജർ പറയുന്നുണ്ട് സണ്ണ് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത്ര റെഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നെന്ന് പറയുകയാണ്. അപ്പം ആ ഒരു ഡയറക്ടർ പറയുന്നുണ്ട് പക്ഷേ സണ്ണ് ആ ഒരു ക്യാരക്ടറുമായിട്ട് ശരിക്കും സിമിലർ ആണെന്നൊക്കെ അവർ പറയുന്നുണ്ട്, സണ്ണിനത് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാനേജറിനങ്ങ് ശരിക്കും സന്തോഷമാവുന്നുണ്ടേ.
അങ്ങനെ സണ്ണാണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുള്ളി ആ ഒരു ക്യാരക്ടറിലോട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സ്കൈ ആണെങ്കിൽ ഈ ഒരു സണ്ണിനെ ഈ ഒരു ഓഫീസ് ബോയ് ലുക്കിലൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് ശരിക്കും കൂളായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു മെസ്സേജ് വരുന്നത്. അത് വേറെ ആരുടെയും അല്ല, നമ്മുടെ ജെയുടെ മെസ്സേജാണ്. എന്നിട്ട് അവനാണെങ്കിൽ പറയാണ് നീ ആ റെസ്റ്റ് റൂമിലോട്ട് ഇങ്ങനെ വരാനെന്നും പറഞ്ഞ് നമ്മുടെ സണ്ണിനെ വിളിക്കുകയാണ്. അങ്ങനെ സണ്ണാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ജെയിനെ കണ്ടതും അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ നമ്മുടെ സണ്ണിനെ പിടിച്ചിട്ട് നല്ലൊരു കിസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സണ്ണാണെങ്കിൽ അവനെ തള്ളി മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജെ ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഇപ്പോഴും വിക്റ്റിമായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യണമെങ്കിൽ നീ ആക്ട് ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പിന്നെയും നമ്മുടെ സണ്ണിനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിസ്സൊക്കെ ചെയ്യുവാണേ. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇത് ഫീൽ ചെയ്യുന്നില്ലേ, നിനക്ക് ഇതിനിയും വേണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിനി ഇത് വേണമെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിക്കണമെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവനാണെങ്കിൽ പറയുകയാണ് ഇതൊരു പബ്ലിക് റെസ്റ്റ് റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജെയിനെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് പോവാണ്. എന്നാൽ ജെ ആണെങ്കിൽ അവനെ പിടിച്ച് നിർത്തിയിട്ട് പറയാണ് നീ ഇപ്പോഴും നിൻ്റെ ആവശ്യങ്ങൾ മറന്ന് നീ ഇഗ്നോർ ചെയ്യുക, അതിനെല്ലാം ഇഗ്നോർ ചെയ്യുക എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ജെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ നീ എന്താ അത് ആവശ്യപ്പെടാത്തത്, ഇനി ഒരു പക്ഷേ നീ സത്യത്തെ പേടിച്ചിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കൊന്നിനെയും പേടിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പം ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജെ ആണെങ്കിൽ സണ്ണിനെ പിടിച്ച് നല്ലൊരു കിസ്സങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു പെൻ ഡ്രൈവ് എടുത്തിട്ട് അവനിങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ മാനേജറിനും ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അത് കൊടുക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം മാനേജറാണെങ്കിൽ പറയുന്നുണ്ട് നീ നന്നായിട്ട് തന്നെ ചെയ്യണം, നിനക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സണ്ണാണെങ്കിൽ ആ ഒരു പെൻ ഡ്രൈവ് ഇങ്ങനെ മാനേജറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങളിതൊന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഡയറക്ടറാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ, റിഹേഴ്സൽ വല്ലതും എടുക്കുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല റിഹേഴ്സലൊന്നും വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റും, റിഹേഴ്സൽ എടുത്താൽ ചിലപ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നത്തില്ല എന്നൊക്കെ അവൻ പറയാണ്. അങ്ങനെ നമ്മുടെ സണ്ണാണെങ്കിൽ ആ ഒരു സീൻ വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ എങ്ങനെയാണോ അത് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലോടെ കറക്റ്റായിട്ട് തന്നെ അവൻ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഡയറക്ടറൊക്കെ ആണെങ്കിൽ അതൊക്കെ കണ്ടിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ അവൻ്റെ ആ ഒരു ആക്ടിങ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡയറക്ടർ പെണ്ണാണെങ്കിൽ ജെയിനെ കാണാനായിട്ട് അവൻ്റെ ഓഫീസിലോട്ട് വരുവാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ എൻഡിങ് ഭാഗത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും മനസ്സിലായിട്ട് ജെ ആണെങ്കിൽ അങ്ങോട്ട് പറയാണ് ആ ഒരു ലൈൻ ഇങ്ങനല്ലേ, എനിക്ക് മരിക്കണ്ട, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു ലൈനല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇത് കേട്ടതും ആ പെണ്ണ് പറയുന്നുണ്ട് ആ അതേന്ന് പറയുന്നുണ്ട്. അടുത്ത സീനിൽ മാനേജറാണെങ്കിൽ പെണ്ണിങ്ങിനെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ മാനേജറിനെയാണ് കേട്ടോ അവിടെ വെച്ച് കാണുന്നത്. അപ്പം നമ്മുടെ മാനേജറാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അയാളത് നിങ്ങളല്ലേ പെണ്ണിങ്ങിൻ്റെ വീഡിയോ ലീക്കാക്കിയത്, അതിൻ്റെ ഫുള്ളായിട്ടുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ മാനേജറിനെ കാണുമ്പോഴത്തേക്കും പെന്നിങ് ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് സോറി പറഞ്ഞാൽ എല്ലാം ശരിയാവുന്നു, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ എനിക്കാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ മാനേജറിൻ്റെ അടുത്തുമൊക്കെ ഭയങ്കരമായിട്ടും കിടന്ന് ദേഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മാനേജറാണെങ്കിൽ പറയുന്നുണ്ട് ഇതുകൊണ്ടായിരിക്കും നിൻ്റെ മാനേജർ ആ ഒരു വീഡിയോ കൊണ്ടുവന്ന് ആ ഒരു കൊങ്ങയാത്തിന് കൊടുത്തതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും അവനാണെങ്കിൽ അങ്ങ് ശരിക്കും ഷോക്കാവുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ, നിങ്ങളാണോ കൊടുത്തതെന്നൊക്കെ അവൻ്റെ മാനേജറിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പെന്നിങ് ആണെങ്കിൽ അവൻ്റെ മാനേജറിൻ്റെ അടുത്ത് കടന്ന് ഭയങ്കരമായിട്ട് ദേഷിക്കുക നിങ്ങളാണോ ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാൾ സമ്മതിക്കുന്നുണ്ട് അതേ ഞാനാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന പെന്നിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് മാനേജറാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കൊരു ബ്രാൻഡ് ഓണറിനെ അറിയാം, അയാൾ നിൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറയുകയാണ്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട് ഏത് ബ്രാൻഡാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അതൊരു ചെറിയ ബ്രാൻഡ് അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാനേജർ പറയുന്നുണ്ട് നീ നിൻ്റെ ഈഗോനെ മാറ്റി വെച്ചിട്ട് ഒന്നേന്ന് തുടങ്ങാൻ പറയുകയാണ്, നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒന്നേന്ന് തുടങ്ങാമെന്ന് പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ കൈ കൊടുത്ത് അവനാണെങ്കിൽ സെറ്റാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒഫീഷ്യലി തന്നെ എല്ലാവരുടെ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തും പറയുന്നുണ്ട് എൻ്റെ ഈ ഒരു അശ്രദ്ധ കാരണമാണ് നിൻ്റെ അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നത്, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുക എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡയറക്ടർ ആർത്തർ ഈ ഒരു കേസ് കവർ ചെയ്യാനായിട്ട് അവൻ എന്നെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല, ഇതെൻ്റെ എൻ്റെ ഡിസിഷനായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെയുടെ ആ ഒരു പേരുമൊക്കെ അവൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെ ആണെങ്കിൽ ഫുൾ പവറായിട്ട് തന്നെ ആ ഒരു കമ്പനിയിലോട്ട് തിരിച്ചു കയറുവാണ്, നല്ല മാസ്സായിട്ട് അവനിങ്ങനെ കയറി വരുന്നുണ്ട്.
അങ്ങനെ ഓഫീസിലോട്ട് കയറി വരുന്ന ഡയറക്ടർ ആർത്തറാണെങ്കിൽ കാണുന്നത് അവിടെ സണ്ണി ഇരിക്കുന്നതാണ്. അപ്പോൾ സണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഫൈനലി മീറ്റ് ചെയ്യാൻ സമ്മതിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആർത്തർ പറയുന്നുണ്ട് ഇത് കണക്ക് ഞാനാണെങ്കിൽ കണ്ടുപിടിച്ചു ആരാണ് പെൻഡിങ്ങിൻ്റെ ആ ഒരു ഡേറ്റാസ് കമ്പനിയുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ലീക്കാക്കിയെന്ന് കണ്ടുപിടിച്ചു എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ലീക്കായ അക്കൗണ്ട് മാനേജർ കജോണിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നത് സണ്ണിയാണെങ്കിൽ ഓ അയാളാണോ ഇത് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ IP അഡ്രസ്സും ആ പാസ്വേഡും അത് നിൻ്റെ ആയിരുന്നു സണ്ണി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സണ്ണി കിടന്ന് അവൻ്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കമ്പനിയുടെ ആ ഒരു കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് കാണുമെന്നൊക്കെ അവൻ പറയുകയാണ്. അപ്പം നമ്മുടെ ജെ പറയുന്നുണ്ട് നീയാണിത് ചെയ്തതെന്ന് തെളിയിക്കാനുള്ള എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് അവൻ. അപ്പോൾ സണ്ണി ആണെങ്കിൽ നമ്മുടെ ജെയിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ജെ ആണെങ്കിൽ അത് തടയുന്നുമുണ്ട്. അപ്പം സണ്ണി ആണെങ്കിൽ പറയുന്നുണ്ട് ഈ ഒരു മെമ്മറി പ്രോജക്റ്റ് എനിക്കുള്ളത് തന്നെയാണ്, എനിക്കെതിരെ ഇനി യാതൊരു കോമ്പറ്റീറ്റേഴ്സും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജെ ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഷുവർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് കേട്ടതും അവനാണെങ്കിൽ അങ്ങ് ദേഷിച്ച് അങ്ങ് ഇറങ്ങിപ്പോകുന്നേ ഉണ്ട് സണ്ണി. അടുത്ത സീനിൽ ജെ ആണെങ്കിൽ ഇങ്ങനെ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് അവനെ കാണാനായിട്ട് സണ്ണ് വരുവാണ്. അപ്പം ജെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്കെങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഉണ്ടെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം സണ്ണ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമായിരുന്നു എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും അവസാനം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും, നിനക്കത് കാണണമെന്ന് വെച്ചിട്ട് അവൻ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ഈ മെമ്മറി പ്രോജക്റ്റിൻ്റെ എല്ലാ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയും ഞാൻ കൊങ്ങിയാതിന് കൊടുത്തെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പം സണ്ണാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾക്കെന്താ വട്ടാണോ, നിങ്ങൾ എന്തോ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജയ ആണെങ്കിൽ പറയുകയാണ് നീ ഇപ്പോഴെങ്കിലും സമ്മതിക്കുമോ, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നീ ഇപ്പോഴെങ്കിലും സമ്മതിക്കാൻ പറയാണ്. എന്നിട്ട് ജയ ആണെങ്കിൽ സണ്ണിൻ്റെ ആ ഒരു ചെസ്റ്റിൽ ഇങ്ങനെ കൈ വെക്കുകയാണ്. അപ്പം സണ്ണ് പറയുന്നുണ്ട് ഞാനത് സമ്മതിച്ചാലും എന്ത് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ജയ ആണെങ്കിൽ അവനെ പിടിച്ചൊരു കിസ് അങ്ങ് അടിക്കുകയാണ്. എന്നിട്ട് ജയ ആണെങ്കിൽ ചോദിക്കുകയാണ് ഇപ്പം നീ എന്താ ഫീൽ ചെയ്യുന്നത്, ഇനി നിനക്ക് മരിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ നീ ഇപ്പോഴും നിനക്ക് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് അവനിങ്ങനെ പറയുകയാണ്. അടുത്ത സീനിൽ സണ്ണാണെങ്കിൽ ആ ഒരു ചേഞ്ച് ചെയ്ത സ്ക്രിപ്റ്റൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഡയറക്ടർ പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട് ഇത് ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചേഞ്ച് ചെയ്തത്, ഡയറക്ടർ ആർത്തറും കൂടെ പറഞ്ഞിട്ടാണ്. അപ്പം ഡയറക്ടർ ആർത്തറിൻ്റെയും കൂടെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാനിത് ചേഞ്ച് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സണ്ണ് ശരിക്കും സർപ്രൈസ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു എൻഡ് സീനിൽ അവൻ മരിക്കുന്നതിന് പകരം അവന് ആ ഒരു പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ അത് ചേഞ്ച് വരുത്തിയേക്കുന്നത്. അങ്ങനെ സണ്ണാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ് മറ്റുള്ളവർ സന്തോഷിക്കുന്ന പോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കറിയില്ല എനിക്ക് ശരിക്കും ഇനി ജീവിക്കണോ അതോ വേണ്ടയോ എന്നിങ്ങനെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ നടന്നു വരുവാണ്. അപ്പോഴാണ് അവൻ പെട്ടെന്ന് നമ്മുടെ ജയനെ കാണുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ചിലപ്പം ഞാനിനി ജീവിക്കാനുള്ള റീസൺ നിങ്ങളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഓടി ചെന്നിട്ട് നമ്മുടെ ജെയിനെ അങ്ങ് ഹഗ് ചെയ്യുവാണേ. എന്നിട്ട് സണ്ണാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കൊന്ന് കരയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെയിനെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ കരയുവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു സീൻ ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീനാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ അങ്ങനെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു വീട്ടിലാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കിസ്സിങ് ആണ്, അവരുടെ ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു നൈറ്റ് അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അപ്പം ജയ ആണെങ്കിൽ ചോദിക്കുകയാണ് നിനക്ക് ഓർമ്മയുണ്ടോ നീ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം ചോദിച്ചു എന്ന്. അപ്പം ജയ ആണെങ്കിൽ പറയാണ് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നീ അന്ന് ചോദിച്ചില്ലായിരുന്നു, അപ്പം ഞാൻ നിനക്ക് റിപ്ലൈ തന്നായിരുന്നു, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ കർമ്മ ഒരുമിച്ച് ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെയും മീറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ പറഞ്ഞ കാര്യം അവനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും അവനാണെങ്കിൽ ആ ഒരു പഴയ കാര്യം ഓർമ്മ വരുവാണേ. അപ്പം സണ്ണാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജയ ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ചിട്ട് അവനെ പിന്നെയും കിസ് ചെയ്യുവാണ്. അങ്ങനെ ഈ ഒരു കിസ് സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 8 ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.